ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ പ്രിയത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സാറിന്, ഞാൻ കൊട്ടിയത്ത് 10 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് പണിതു. അതിൽ താമസവുമായി ഇപ്പോൾ ആകെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാത്തിനും തടസ്സവുമാണ്. പല വാസ്തുക്കാരെയും ജ്യോത്സ്യന്മാരെയും കാണിച്ചു. പലരും പല അഭിപ്രായമാണ് പറയുന്നത്. എൻ്റെ വീടിൻ്റെ യഥാർത്ഥ പ്രശ്നം ദയവായി പറഞ്ഞു തരണം. സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കാരണം കിഴക്ക് വടക്ക് ഭാഗത്ത് ഇവർ കിച്ചൺ കൊടുത്തത് കൊണ്ട് തന്നെ ഇവരുടെ ചിമ്മിനിയുടെ ഒരു തള്ളൽ ഒരു 80 സെൻറ്റിമീറ്റർ ഒരു നോർത്ത് ഈസ്റ്റ് പോർഷൻ കഴിഞ്ഞ് ഒരു 70 സെൻറ്റിമീറ്റർ മാറിയിട്ട് മുന്നോട്ടൊരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ആണെങ്കിൽ പോലും അത് നോർത്ത് ഈസ്റ്റ് പോർഷൻ കട്ട് ചെയ്ത് പോകുന്നു എന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അപ്പം നോർത്ത് ഈസ്റ്റ് പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് പോയാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ധനം, ആരോഗ്യം, ഐശ്വര്യം, അതുപോലെ അവരുടെ സ്വസ്ഥത ഇവയൊക്കെ അത് ഇല്ലാതാക്കുമെന്ന് വാസ്തുവിൽ പറയും. അതുപോലെ വടക്ക് പടിഞ്ഞാറ് പോർഷനും ഒരു കാർ പോർച്ച് പോലും വന്നിട്ടുണ്ട്. കാരണം വടക്ക് പടിഞ്ഞാറ് പോർഷൻ നമുക്ക് കാർ പോർച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. പക്ഷേ ഇവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിനകത്താക്കിയാണ് കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു പോർഷൻ ഛേദിച്ച് പോയിട്ടുണ്ട്. അത് കുട്ടികളുടെ പഠിത്തത്തെയും നമുക്കൊരു സ്റ്റഡി ആയിട്ട് നമ്മുടെ ഒരു ലൈഫിലെ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉയർച്ച നമുക്ക് ഉണ്ടാവുകയില്ല. അത് തന്നെയല്ല, അത് സ്ത്രീകൾക്കൊക്കെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗം ഇവരൊരു ബേസിക് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഒരു ചെമ്പ് കമ്പിയോ ഇട്ട് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിഷയം മാറിക്കിട്ടും. അതുപോലെ ചുറ്റളവ് നിൽക്കുന്നത് മരണച്ചുറ്റിലാണ്. കാരണം 130 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചുറ്റളവ് കൃത്യമാവുകയുള്ളൂ. അതുപോലെ വടക്ക് ഭാഗത്ത് തീരെ സ്പേസ് കുറവാണ്. കാരണം ചില വടക്ക് ഭാഗത്തോട്ട് മാക്സിമം ഇറക്കിയാണ് വീട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് ഉണ്ട് താനും. അപ്പം തെക്ക് ഭാഗത്ത് ഒരു 1.5 മീറ്റർ വിട്ട് ഭൂമിക്ക് അടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുക. ആ ഫൗണ്ടേഷൻ പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ ബേസിക് ഫൗണ്ടേഷനിൽ നിന്ന് ഒരു 2 മീറ്റർ മാറി തിരിച്ചൊരു ബേസിക് ഫൗണ്ടേഷൻ വടക്ക് ഭാഗത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ വീട് നിൽക്കുന്ന സ്ഥാനത്താവും. നമ്മളൊരു വീട് പണിഞ്ഞ് കഴിയുമ്പം വീട് സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അത് പലപ്പോഴും ബാധിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീട്ടുകാരെയോ അതുപോലെ തെക്കോട്ട് ദർശനമുള്ള വീട്ടുകാരെയാണ്. കാരണം തെക്കോട്ട് ദർശനമായിട്ടൊരു വീട് വെക്കുമ്പം കാരണം മിറ്റം വേണമല്ലോ വീടിന്. അപ്പം വീട് ഒരിക്കലും നമ്മൾ ഇറക്കി വെക്കില്ല. അപ്പോൾ വീട് എപ്പോഴും നമ്മൾ വടക്കോട്ട് മാക്സിമം നീക്കാനോ അല്ലെങ്കിൽ കിഴക്കോട്ട് നീക്കാനായിരിക്കും അവർ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം വടക്ക് ഭാഗത്തോട്ട് ഒരുപാട് സ്പേസ് ആയിപ്പോകും. അതുപോലെ പടിഞ്ഞാറോട്ട് സ്പേസ് ചെയ്യുന്ന വീട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ മാക്സിമം നീക്കി വെക്കാനേ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം പടിഞ്ഞാറോട്ട് ഒരുപാട് സ്പേസ് ആവും, കിഴക്കോട്ട് സ്പേസ് കുറഞ്ഞു പോകും. അപ്പം നമ്മളൊരു വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ തെക്ക് ഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും സ്പേസ് കുറയ്ക്കണം. അത് കുറയ്ക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കണക്കെന്ന് വെച്ചാൽ ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഭാഗത്തോ എത്രയും നമ്മൾ സ്പേസ് വിട്ടു അതനുസരിച്ചുള്ള കണക്കിൽ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും കുറച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വീട് സ്ഥാനത്താവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയ പ്ലോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ്, അതിൻ്റെ വീട് നിൽക്കുന്നത് കിഴക്കുവടക്ക് ഭാഗത്തായി പോകും അതിൻ്റെ വെയിറ്റ് മൊത്തം. കാരണം നമുക്കെപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ കന്നിമൂലയിൽ കുറ്റിയടിച്ച് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ കന്നിമൂലയെ കുറ്റിയടിച്ച് തുടങ്ങുമ്പം കന്നിമൂല ഭാഗത്താണ് അതിൻ്റെ വീടിൻ്റെ സ്റ്റാർട്ടിങ് വരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ വീട് നിൽക്കുന്നത് കിഴക്ക് വടക്ക് ഭാഗത്തോട്ടോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോട്ടോ മാക്സിമം നീങ്ങിപ്പോവും. അപ്പം നമ്മളൊരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഒരു മതിലൊക്കെ കൊടുത്ത് തിരിക്കുകയാണെങ്കിൽ വീടെപ്പോഴും സ്ഥാനത്തായിട്ട് നിൽക്കും, കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ ഇതിൻ്റെ ഗേറ്റ് വരുന്നത് റോങ് സൈഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീടിൻ്റെ മെയിൻ ഡോറ് വെക്കുന്നതും ഗേറ്റ് വെക്കുന്നതും ഉച്ചസ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ദോഷഫലങ്ങളായിരിക്കും ചെയ്യുക. കാരണം വെച്ചാൽ ഒരു ഗേറ്റിൻ്റെ അകത്തൂടെ വേണം ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ആദ്യം കടന്നു വരാനായിട്ട്. അപ്പോൾ ഗേറ്റ് ഒരു റോങ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന ഊർജ്ജവും നെഗറ്റീവ് ആയിരിക്കും. ചിലപ്പം വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പം ഒരു ശാശ്വതമായിട്ട് വാഴണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ വന്നേക്കാം. അപ്പോൾ ഗേറ്റിൻ്റെ സ്ഥാനം ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയല്ല, ഗേറ്റിൻ്റെ മുന്നിൽ കൂടി ഒരു മുട്ടതിരി കാണുന്നുണ്ട്. കാരണം ഇത് വേദദോഷം ഉണ്ടാക്കുന്നതാണ്. അതൊരു കോൺവെക്സിൻ്റെ മിററോ എന്തെങ്കിലും വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു വഴി ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഇവരുടെ തൊടുന്നാൻ പിടിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഈ ഒരു മാനസികമായിട്ടുള്ള
ഒരു ഭയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ കോൺവെക്സിൻ്റെ മിറർ കൊടുത്തിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് വിടുക. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് മിസ്സിങ് ആയാൽ അവിടുത്തെ സ്ത്രീകൾക്ക് നിരന്തരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഈ ഒരു ചിമ്മിനി തള്ളി ഇറക്കിയത് കൊണ്ടാണ് ആ ഒരു ഭാഗം മിസ്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഭാഗം കൂടി ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ബെറ്ററാണ്. പിന്നെ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനും പറ്റും. അതുപോലെ വീടിൻ്റെ സ്ഥലത്ത് ദോഷമായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതിനകത്ത് പണ്ട് ഈ ചുടലയുടെയൊക്കെ ദോഷമായിട്ട് കാണുന്നുണ്ട്. അതിനും വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇവരെ ശരിക്കും ബാധിച്ചിരിക്കുന്ന വിഷയം. കാരണം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കക്കുറവുകളോ അല്ലെങ്കിൽ പേടിച്ച് ഞെട്ടി എഴുന്നേക്കാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയം എപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്നു അന്നേരം തൊട്ട് നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പിന്നെ സമയദോഷം ഉണ്ട്, അതിന് വേണ്ടുന്നത് നല്ല പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഒരു പരിധി വരെ മാറിക്കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കുടുംബപരമായിട്ട് കിടക്കുന്നതായിരിക്കാം, സഹോദരങ്ങളൊക്കെ അതിനകത്ത് 2-3 വീടുകളിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കിടന്നിട്ട് അങ്ങനെ താമസിക്കുന്നുണ്ടാവാം. പക്ഷേ കൃത്യമായിട്ട് അതിർത്തി വെച്ചിട്ടില്ല, ഒരേ പറമ്പിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇല്ല, ഇതിൻ്റെ ഒരു കുഴപ്പമെന്നറിയോ, ഇപ്പം സോണിയ പറഞ്ഞ പോലെ ഒരു 40 സെൻറ്റ് സ്ഥലമായിരിക്കും, അതിനകത്ത് 3 ചേട്ടന്മാരും അനിയന്മാരും ഉണ്ടാവും. അപ്പോൾ ആ 3 പേരും ചിലപ്പം പെര വെച്ചിരിക്കുന്നതിൻ്റെതാവും. പക്ഷേ ഇവർ ചെയ്യുമ്പോൾ പലപ്പോഴും എന്നറിയാമോ, ഇവർക്ക് സെപ്പറേറ്റഡ് ആയിരിക്കും ഇവരുടെ സെപ്റ്റിക് ടാങ്ക് വരുന്നത്, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കിണർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് ഒരു വീടുണ്ടെന്ന് വെച്ചാൽ ആ ഈസ്റ്റ് ഭാഗത്തുള്ള വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വേറൊരു വീടൂടെ വെച്ചു. അപ്പം ഇതിനകത്തൊരു കുഴപ്പം വെച്ചാൽ ഈസ്റ്റ് ഭാഗത്തുള്ള ആൾ കിണർ കുടിക്കുന്നത് കിഴക്കുടക്ക് ഭാഗത്തായിരിക്കും. അതേപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള വീട്ടുകാരൻ കിണർ കുടിക്കുന്നത് എവിടെയാവും, അയാളും കിഴക്കുടക്ക് ഭാഗത്ത് കിണർ കുടിക്കും. അപ്പോൾ ഈ ഈസ്റ്റ് ഭാഗത്ത് കിഴക്കുടക്ക് ഭാഗത്ത് കിണറുള്ളത് നമുക്ക് ഐശ്വര്യമാണ്. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ വീട്ടുകാരൻ മതിലില്ലാതെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണർ കുഴിക്കുമ്പോൾ ഈസ്റ്റ് ഭാഗത്തുള്ള അയാൾക്ക് അത് ദോഷമായിട്ട് വരും. കാരണം അയാളുടെ തെക്കിഴക്ക് ഭാഗത്തായിരിക്കും കിണർ വരുന്നത്. അപ്പം നമ്മൾ ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ അത് 1, 2, 3 പേർക്ക് വേണ്ടി നമ്മളിപ്പോൾ വില്ല ചെയ്യുമ്പോഴോ വില്ല പ്രൊജക്റ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവർ 3 വീട്ടുകാർ താമസിക്കുന്നുണ്ടെങ്കിൽ ആ 3 വീടും സെപ്പറേറ്റ് വാസ്തുവാക്കി തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഗേറ്റ് കോമൺ ആയിട്ട് നമുക്ക് ഇടുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല. ഇനി അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗേറ്റ് കൊടുക്കണമെങ്കിൽ അത് ഉച്ചസ്ഥാനത്തായിട്ട് തന്നെ കൊടുക്കണം. ഒരേ കോമ്പൗണ്ടിൽ നമ്മൾ കൊടുക്കുമ്പം അതിനെ 3-4 പേരാണ് ആ പ്ലോട്ടിൽ താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ 4 വീടാണ് ആ പ്ലോട്ടിലുള്ളതെങ്കിൽ അതിനെ 4 വാസ്തുവിൻ്റെ കണ്ണമാക്കി തന്നെ തിരിച്ച് നമ്മൾ വീട് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരാൾക്കുള്ള ഗുണം അയാൾക്ക് തന്നെ അനുഭവിക്കാനും പറ്റും. അല്ലെങ്കിൽ ഒരാൾക്ക് ഗുണമായിരിക്കും, അത് വേറൊരാൾക്ക് ദോഷമായിരിക്കും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.